എവ്രിവൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ വൊക്കാബുലറി സെക്ഷനിൽ വരുന്ന ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഫോറിൻ വേർഡ്സിന്റെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വേർഡ് നോക്കാം, ലോക്കസ് സ്റ്റാൻഡി. ലോക്കസ് സ്റ്റാൻഡി ഒരു ലീഗൽ ടേം ആണ്. കോടതിയിൽ നമുക്കൊരു ലീഗൽ ആക്ഷൻ നടപ്പാക്കാൻ വേണ്ട റൈറ്റ്, അതിനാണ് ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്നത്. ദ റൈറ്റ് ടു ബ്രിങ് ആൻ ആക്ഷൻ ഓർ ടു അപ്പിയർ ഇൻ എ കോർട്ട്. ലോക്കസ് എന്ന് പറയുന്നത് പ്ലേസ്, സ്റ്റാൻഡി എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കാനുള്ള ആ ഒരു റൈറ്റ് എന്നുള്ളവരാണ്. അപ്പൊ അവിടെ ചെന്ന് നിൽക്കാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു കേസ് ഹിയർ ചെയ്യാനോ ഉള്ള ഒരു റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ലോക്കസ് സ്റ്റാൻഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അലിബൈ. A piece of evidence that one was elsewhere when an act, especially a criminal one, is alleged to have taken place. ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ഒരാൾ ആ സമയത്ത് ആ ഒരു സ്ഥലത്ത് ഇല്ലായിരുന്നു, അദ്ദേഹം മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുന്ന എവിഡൻസ്, അതിനാണ് അലിബായ് എന്ന് പറയുന്നത്. ഈ ഒരു വേർഡ് നമ്മൾ ഒരു പക്ഷേ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്രൈം ത്രില്ലർ മൂവീസിലൊക്കെ അലിബായ് എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ടിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോ പീസ് ഓഫ് എവിഡൻസ്, അതാണ് അലിബായ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അൾട്രാ വൈറസ്. അൾട്രാ വൈറസ് എന്ന് പറയുന്നത് ബിയോണ്ട് വൺസ് ലീഗൽ പവർ. ഒരാളുടെ അധികാര പരിധിയിൽ അല്ലാത്ത ഒരു കാര്യം, ബിയോണ്ട് വൺസ് ലീഗൽ പവർ. അപ്പൊ അൾട്രാ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് എന്ന് ഓർക്കാം, അതാണ് അൾട്രാ വൈറസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ചെയ്റ്റാറ്റൈ. ബിറ്റ്വീൻ ടു പീപ്പിൾ ഇൻ പ്രൈവറ്റ്. അപ്പൊ രണ്ടുപേര് തമ്മിൽ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അതാണ് ഈ ചെയ്റ്റാറ്റൈറ്റ്. ഓക്കെ, ബിറ്റ്വീൻ ടു പീപ്പിൾ ഇൻ പ്രൈവറ്റ്, രണ്ടുപേര് മാത്രം ഫേസ് ടു ഫേസ് മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ഒരു കോൺവെർസേഷൻ, അതാണ് ചെയ്റ്റാറ്റൈറ്റ്. നെക്സ്റ്റ് വൺ, പ്രൊബോണോ. പ്രൊബോണോ ഫോർ ദ പബ്ലിക് ഗുഡ്. അതായത് പ്രൊഫഷണൽസ് ഒക്കെ പബ്ലിക്കിന് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന സർവീസസ്, അതാണ് ഈ പ്രൊബോണോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബോണസ് എന്നൊക്കെ ഓർക്കാം, പ്രൊബോണോ ബോണസ്. അപ്പൊ ഫ്രീ ആയിട്ട് നമുക്കൊരു സർവീസ് കിട്ടിയെന്ന് ആലോചിക്കാം, അതാണ് പ്രൊബോണോ. പ്രൊഫഷണൽസ് പബ്ലിക്കിന് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന സർവീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ ടോട്ടോ. ഓവറോൾ. അപ്പൊ ഇൻ ടോട്ടോ എന്നുള്ളത് ഇൻ ടോട്ടൽ എന്ന് ആലോചിക്കുക, അത് തന്നെയാണ് അർത്ഥം. ഓവറോൾ, ഇൻ ടോട്ടൽ, മൊത്തത്തില്. നെക്സ്റ്റ് വൺ, എൻ ബ്ലോക്ക്. എൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓൾ അറ്റ് ദ സെയിം ടൈം, എല്ലാം ആ ഒരു സമയത്ത് തന്നെ. ഓക്കെ, എൻ ബ്ലോക്ക്. ഇപ്സോ ഫാക്ടോ. ഇപ്സോ ഫാക്ടോ ബൈ ദാറ്റ് ഫാക്ട്, ആ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും ഇപ്സോ ഫാക്ടോ ബൈ ദാറ്റ് ഫാക്ട്. നെക്സ്റ്റ് വൺ, കുറ്റിഗ്രാസ്. ഫിനിഷിംഗ് ബ്ലോ ഓർ ഡെത്ത് ബ്ലോ. ഈ കുറ്റിഗ്രാസ് എന്ന് പറയുന്നത് ഈ മെഴ്സി കില്ലിങ്ങിനൊക്കെ ഒരു യൂസ് ചെയ്യുന്നൊരു ടേം ആണ്. അതായത് ഇപ്പോൾ വൂണ്ടഡ് ആയിട്ടുള്ള ഒരു ആനിമലോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ബ്ലോ, അതാണ് ഈ കുറ്റിഗ്രാസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അഡ് ഇൻഫിനിറ്റം. ഇൻഫിനിറ്റി എന്ന് ഓർക്കുക, ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഫോർ എവർ, ഇൻഫിനിറ്റി എന്ന് ഓർക്കുക. അപ്പൊ അഡ് ഇൻഫിനിറ്റം ഫോർ എവർ അല്ലെങ്കിൽ ഇറ്റേണൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ലോക്കസ് സ്റ്റാൻഡൈ ഓർത്തെടുക്കുക, അലിബൈ, അൾട്രാ വൈറസ്, ചെയ്റ്റാറ്റൈറ്റ്, പ്രൊബോണോ, ഇൻ ടോട്ടോ, എൻ ബ്ലോക്ക്, ഇപ്സോ ഫാക്ടോ, കുറ്റിഗ്രാസ്, അഡ് ഇൻഫിനിറ്റം. നെക്സ്റ്റ് നോക്കാം, അഡ് വലോറം. അക്കോർഡിംഗ് ടു വാല്യൂ. അഡ് വലോറം എന്ന് പറയുന്നത് അഡ് വാലോറം, അക്കോർഡിംഗ് ടു വാല്യൂ. ഇത് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഒക്കെ ടാക്സ് കണക്കാക്കുമ്പോൾ എസ്റ്റിമേറ്റഡ് വാല്യൂ അനുസരിച്ച് തന്നെ, അക്കോർഡിംഗ് ടു വാല്യൂ തന്നെ അത് കണക്കാക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അഡ് വലോറം. ഓക്കെ, നെക്സ്റ്റ് വൺ, ബോൺ വിവാൻഡ്. ബോൺ വിവാൻഡ്, എ പേഴ്സൺ ഹു എൻജോയ്സ് എ സോഷ്യബിൾ ആൻഡ് ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ. ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ്, അതാണ് ബോൺ വിവാൻ. ബോൺ വിവാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻട്രാ വൈറസ്. അപ്പൊ നമ്മൾ അൾട്രാ വൈറസ് പഠിച്ചു, ബിയോണ്ട് വൺസ് ലീഗൽ പവർ. ഇത് ഇൻട്രാ വൈറസ്, ഇൻട്രാ വിത്തിൻ വൺസ് ലീഗൽ പവർ, ഒരാളുടെ അധികാരത്തിൽ വരുന്ന, അതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന, അതാണ് ഇൻട്രാ വൈറസ്. ഓക്കെ,
ഫൗപ. ഫൗപ എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഫോൾസ് സ്റ്റെപ്പ്. അപ്പൊ ഫോൾസ് അങ്ങനെ ആലോചിക്കുക കേട്ടോ. ഫൗപ ഫോൾസ് സ്റ്റെപ്പ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഔറിവോർ ടു ദ സീയിങ് അഗൈൻ. ഇപ്പൊ നമ്മൾ ഒരാളോട് ഗുഡ് ബൈ പറയുമ്പോ ഒക്കെ നമ്മൾ പറയില്ല ആ ശരി പിന്നെ കാണാം അല്ലെങ്കിൽ വീണ്ടും കാണാം എന്നൊക്കെ പറയില്ല. അപ്പൊ അങ്ങനെ പറയുന്നതാണ് ഈ ഔറിവോർ ടു ദ സീയിങ് അഗൈൻ, ഗുഡ് ബൈ പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിജോർ അക്കോർഡിംഗ് ടു ലോ. അപ്പൊ ഈ ജൂർ എന്നുള്ള വാക്ക് ജൂറിസ്ഡിക്ഷൻ എന്നൊക്കെ ആലോചിക്കാം. അപ്പൊ അക്കോർഡിംഗ് ടു ലോ ഡിജോർ. നെക്സ്റ്റ് വൺ ഫെയ്റ്റ് അക്കംപ്ലി ആൾറെഡി ഡൺ. ഓൾറെഡി ഡൺ. അപ്പൊ അക്കംപ്ലിഷ് ചെയ്തു എന്ന് ആലോചിക്കാം. അപ്പൊ ഫെയ്റ്റ് അക്കംപ്ലി ഓൾറെഡി ഡൺ. ഓക്കെ, അൽമ മേറ്റർ നറിഷിംഗ് മദർ. ഈ അൽമ മേറ്റർ എന്ന് പറയുന്ന വാക്ക് ഒരു ലാറ്റിൻ വേർഡ് ആണ്. അപ്പൊ അത് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നോളജ് തന്ന ആ ഒരു മദർ എന്നുള്ള ഒരു അർത്ഥത്തിൽ പഠിച്ച യൂണിവേഴ്സിറ്റിയെ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് അൽമ മേറ്റർ. അപ്പൊ നറിഷിംഗ് മദർ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഓക്കെ, എക്സ് ഗ്രാഷ്യ ബൈ ഫേവർ. അപ്പൊ നമുക്ക് ഒരു സഹായം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നതാണ് എക്സ് ഗ്രേഷ്യ ബൈ ഫേവർ. ഫേവർ ചെയ്യുക, സഹായം ചെയ്യുക, അതാണ്. നെക്സ്റ്റ് വൺ ബെറ്റനോയർ എ പേഴ്സൺ ഓർ തിങ് വൺ ഡിസ്ലൈക്സ്. അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഹേറ്റ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരാൾ, അതാണ് ബെറ്റനോർ. ഓക്കെ, അപ്പൊ ഓർത്തെടുത്തോളൂ. അഡ് വെലോറം, ബോൺ വിവാൻ, ഇൻട്രാവൈറിസ്, ഫൗപ, ഔറിവോർ, ഡിജോർ, ഫെയ്റ്റ് അക്കംപ്ലി, അൽമ മേറ്റർ, എക്സ് ഗ്രാഷ്യ, ബെറ്റനോർ. ഓക്കെ, അപ്പൊ ഇത്രയും വാക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് കുറെ ഫോറിൻ വേർഡ്സ് ഡിസ്കസ് ചെയ്തു. അപ്പൊ നല്ലോണം നോട്ട് ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.